ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെയും സബ്ജക്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. ഇത് WCC എന്ന് പറയുന്ന ഈ പറയുന്ന സ്ത്രീകളുടെ ഈ പ്രസ്ഥാനം ആണ്. ഈ സ്ത്രീകളുടെ ഈ പ്രസ്ഥാനമാണ് ഈ ശരിക്കും പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്ത ഭാഗങ്ങൾ വെളിയിൽ വരാൻ കാരണം ഇവർ തന്നെയാണെന്ന്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻനിര നായകന്മാരെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് കൃത്യമായി എവിഡൻ്റ് നൽകുന്ന രീതിയിൽ AK ബാലനും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കേട്ട് നോക്കാൻ നേരത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇത് ഒരു മറയായിട്ട് വെച്ച് ഇത് വെച്ച് ത്രെഡൈൻ ചെയ്യുക, വെറുതെ സിനിമയിലുള്ള പ്രമുഖർ എന്ന് ഇവർ വിളിക്കുന്ന അല്ലെങ്കിൽ ഉന്നത ഇതിൽ ഇരിക്കുന്ന ആൾക്കാരെ ചുമ്മാ ഇത് വെച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മിന്നുന്നതെല്ലാം താരങ്ങളല്ല. താരങ്ങൾ മിന്നുന്നതല്ല എന്ന് പറയുമ്പോൾ സംശയത്തിന്റെ നിഴൽ നീളുന്നത് തെറ്റ് ചെയ്യാത്ത താരങ്ങളുടെ മുന്നിലൂടെയല്ലേ? ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത് എന്താ? അതിരൂക്ഷമായിട്ടുള്ള ഫാൻ ഫൈറ്റ് കാണുകയാണ്. ഓരോ നടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. സൂപ്പർ താരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത സൂപ്പർ താരം ഇതിനകത്ത് ക്രൂശിക്കപ്പെടുകയല്ല അനാവശ്യമായി. ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു WCCയുടെ ഒരു സ്ഥാപക അംഗം പിന്നീട് നിലപാട് മാറ്റത്തിലൂടെ കോംപ്രമൈസ് ചെയ്യപ്പെട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്ന് ജനറിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന WCCയിലെ മുഴുവൻ അംഗങ്ങളും അവർ സംശയത്തിന്റെ നിഴൽ വരികയാണ്. കഥകിന് മുട്ടി നടന്മാർ എന്ന് പറയുമ്പോൾ കഥകിന് മുട്ടാത്ത നടന്മാരെയും അവരുടെയും ചിത്രങ്ങൾ നമ്മുടെയൊക്കെ ഭാവനയിൽ വരികയല്ലേ? ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാന സർക്കാരിന് ആരെയാണ് സംരക്ഷിക്കാനായിട്ടുള്ളത്? ഇതിലും വ്യക്തമായിട്ട് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ കുറേ പേരെ ഒരു തെറ്റും ചെയ്യാത്ത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ അമ്മമാരിപ്പോൾ തുലാസിലാണ്. അവരുടെ അമ്മമാർ എന്താ പറയുന്നത് കൂട്ടിക്കൊടുത്തു എന്നുള്ള രീതിയിലായി. എല്ലാ സിനിമാ നടിമാരുടെയും അമ്മമാരിപ്പം അനുഭവിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മകളെ കൂട്ടിക്കൊടുത്തതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് മുഖ്യ കാരണം WCC ആണെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഭയപ്പാട് കൂടേണ്ടത്. ശരിക്കും WCC എന്ന് പറയുന്ന ഈ വുമൻസ് കളക്റ്റീവ് ഈ കുന്ത്രണ്ടം എന്തിനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും ഇവർ ജെന്യുവിനായിട്ടാണ് ഈ കാര്യം വന്നതെങ്കിൽ, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഇവരിത് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനം വെളി വരരുതെന്ന് അവരാഗ്രഹിക്കുന്നു. ഇതിനെപ്പറ്റി നമുക്ക് AK ബാലൻ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കണം. അത് കേട്ടിട്ട് നമുക്ക് പറയാം. ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന ഒരു നിലപാട് വിവരാവകാശ കമ്മീഷനുണ്ട്. വിവരാവകാശ കമ്മീഷൻ എടുത്തതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത്. ആ പെറ്റീഷൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ WCCയുടെ ഒരംഗം, സ്ഥാപകാംഗം, ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുവോ മോട്ടോ ഒരു ആക്ഷൻ, വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി, മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി, കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് പാർവതി തിരുവോത്തിനോടാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത്? ഒരു പുകമറ ഉണ്ടാക്കുക എന്നുള്ളത്. സീരിയസ് ആയിട്ടും ചോദിക്കുവാണ്. നിങ്ങൾ പറയുന്നു നിങ്ങളിതിനൊരു ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വലിയൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ഇത് പുറത്ത് വന്നാൽ അവരെ സംരക്ഷിക്കുമെന്നുള്ള എന്തുറപ്പെന്ന്. ഇത് എത്ര കൊല്ലം മുമ്പുള്ളതാണെന്ന് ആദ്യം അറിയണം. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ ഈ പറയുമാതിരി നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്ന ആളൊരു സ്ത്രീ ആക്ഷേപം ഉന്നയിച്ച അറസ്റ്റ് സഹിതം ഉണ്ടാവും. അതിലും വലിയ നാണക്കേടൊന്നുമില്ല. വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പാത വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജെന്യുവിനായിട്ടുള്ള കേസുകൾ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇക്കാലഘട്ടത്തിൽ ഈ പറയുമാതിരി ബാത്റൂമില്ല എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല സെറ്റിലൊക്കെ. കാര്യം ഈ പറയുമാതിരി 10-15 ക്യാരവണ്ണൊക്കെ കിടക്കുന്നതിനകത്ത് ഒരെണ്ണത്തിനകത്ത് പോലും കയറി പോകാൻ പറ്റില്ല എന്നെങ്കിൽ
അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഈ WCC കാരണം ഈ സിനിമയിലുള്ള ഓരോ സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ത്രീകളും ചോദിക്കുകയാണ്, നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നത്, അല്ലെങ്കിൽ കിടന്നു കൊടുത്തിട്ടാണോ ഈ ഇതിലേക്ക് നിന്നത്. ഒരു കൂട്ടം ഞാൻ പറയുകയാണ്, WCCയിലുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് സിനിമകളില്ല. തൻ്റെ നല്ല പ്രായത്തിൽ സിനിമ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയൊന്നും കിട്ടാതായപ്പോൾ കുറേ പേരെ അങ്ങ് ആക്രമിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ത് ന്യായമാണ് പാർവതി? ഇത്തിരി ലോജിക്കുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. എന്ത് ബുദ്ധിശൂന്യമായുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം പാർവതിയോട് അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം പാർവതിയോട് അടക്കം ചോദിക്കേണ്ടി വരും. ഈ പറയുമാതിരി നിങ്ങളുടെ അമ്മ ഇതേ കണക്ക് കിടന്നു കൊടുത്തിട്ടാണോ എന്ന് ചോദിക്കേണ്ടി വരും, ആൾക്കാർക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും ഈ പറയുന്ന കമ്മീഷൻ ജെന്യുവൻ ആയിരുന്നെങ്കിൽ, നിങ്ങൾ ജെന്യുവൻ ആയിരുന്നെങ്കിൽ ഈ സാധനം വെളിയിൽ വരാൻ നിങ്ങൾ പ്രയത്നിക്കേണ്ടതല്ലായിരുന്നു. നിങ്ങളുടെ സമരം അതിനു വേണ്ടി ആയിരിക്കണമായിരുന്നു. ഇതിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് കേരളത്തിലുള്ള അഭിനയിക്കുന്ന ഈ പറയുന്ന സീരിയൽ മേഖല മുതൽ ആസ്മ മുതലുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സീരിയൽ മുതലുള്ള ഓരോ ലേഡീസിൻ്റെ അമ്മമാരെയും ആ ലേഡീസിനെയും കിടന്നു കൊടുത്തിട്ടാണ് ഈ പണിക്ക് വന്നേ എന്നുള്ള രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ശരിക്കും ഇതുകൊണ്ട് ആകെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ആർക്കും ഒരു ഗുണവുമില്ല. ഇതൊക്കെ പോട്ടെ, നമ്മുടെ സാധാരണക്കാരുടെ പണമായ ഈ നികുതി പണം എടുത്ത് 1.5 കോടി രൂപ ചിലവാക്കി. ഇതിനെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണ്ടേ? ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് പാർവതി കണ്ടത്? ഇതിനകത്ത് ഘോരം നിങ്ങളെന്തോ വലിയ നേട്ടമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒരാൾക്കെതിരെ ഒരു FIR ഇടാൻ പറ്റുമോ? ഇതെന്താ കമ്മീഷൻ റിപ്പോർട്ടാണ്? അത് കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ ഒരു പൂർണ്ണത വേണ്ടേ? ഇതിനെതിരെ ആക്ഷൻ വേണ്ടേ? ഇതൊന്നുമില്ല. ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട്. ഇത് പൂർണ്ണമായിട്ട് ഈ സാധനം വെളിയിൽ ഈ WCC തന്നെ തടഞ്ഞു വെച്ചേക്കുന്നു. എന്നിട്ട് നടന്മാരെയൊക്കെ കുറ്റം പറയുന്നു. നടന്മാരെന്തുണ്ടാക്കിയെന്നാണ് പറയുന്നത്? ഇവിടെ തെളിവുള്ളവർ വന്നിട്ട് പറയുക. ഇപ്പം എന്താ ഏതോ ഒരു നടി ഈ പറയുമാതിരി ഇടവേള ബാബുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ന്യായമുണ്ട് അവർ പറയുന്നതിനകത്ത്. ഇപ്പോൾ ഇടവേള ബാബു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവേള ബാബുവിന് ആ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ നടിമാരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ നടന്മാരുടെ പേര് വ്യക്തമായി ശക്തമായി ഇന്ന സെറ്റിൽ നടന്നതെന്ന് നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് നാറിത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർവതിയൊക്കെ എന്തായി കാണിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ശരിക്കും നിങ്ങൾ ഇത് എന്താ പറയുന്നത്, ഇത്തിരി കൂടെ ഇതൊക്കെ നടക്കാനുള്ളൊരു പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്. കാര്യം ഇതിൻ്റെ മാക്സിമം ഇതാണെന്ന് ഒരു കമ്മീഷൻ വെച്ചിട്ട് പോലും ഇതിൻ്റെ മാക്സിമം ഇതാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതല്ലേ, ഇങ്ങനെ പീഡനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എന്താ പറയുന്നത് കുറച്ചും കൂടെ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. 4 ദിവസം സംസാരിക്കും അവരവരുടെ അമ്മയുടെ മീറ്റിങ്ങും പവർ സംഘടനയൊക്കെ പറയുന്നത്. പവർ സംഘടനയെ പറ്റി പറയുന്ന ഈ പീഡനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പവർ സംഘടനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലെങ്കിൽ വലിയ വലിയ നടന്മാരെ വരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇപ്പം തിലകൻ ചേട്ടൻ്റെ സഹിതമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പം ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വലിയ നായകന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ലയെന്ന് പറയത്തില്ല. തൊഴിൽ നിഷേധം തെറ്റാണ്. പക്ഷേ സിനിമ എടുക്കാൻ വേണ്ടി നല്ല കലാകാരന്മാരെ ഒരാൾക്കും തടയാൻ പറ്റത്തില്ല. അതിന് മുഖ്യ ഉദാഹരണമാണ് തിലകൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. ഇവിടെ ശരിക്കും ഒരു കാര്യം കൂടെ ഞാൻ അടിവരായിട്ട് പറയട്ടെ. ഇവിടെ ശരിക്കും ചൂഷണം ചെയ്യപ്പെട്ടത് നല്ല കലാകാരികളെ അല്ല. സീരിയസ് ആയിട്ട് വന്ന് കാര്യം, ഈ നമ്മുടെ സിനിമാ മേഖലയിൽ നല്ല കലാകാരികൾ ഒരു ഇതുമില്ലാതെ ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ ആർക്കും കിടന്നു കൊടുക്കാതെ വന്ന ഒരുപാട് പേരുണ്ട്. അവരവരുടെ കഴിവുകൊണ്ട് നമുക്ക് ശോഭന ചേച്ചിയെ എടുക്കാം, എന്താ പറയുന്നത്, ഈ പറയുമ്പോൾ രേവതി തന്നെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. അങ്ങനെ ഒരുപാട് പേര്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വന്ന തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് ഇൻസ്റ്റയിൽ നിന്ന് വരെ വരുന്നുണ്ട്. അപ്പോൾ കഴിവ് തെളിയിക്കാൻ അവരവരുടെ പ്ലാറ്റ്ഫോമുണ്ട്. ഈ പറയുമാതിരി കിടന്നു കൊടുത്താൽ മാത്രമൊന്നുമല്ല. അങ്ങനെ വിളിച്ച് ഈ സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഇടയിലും ഈ പറയുന്ന ഈ ഒരു കഴിവുമില്ലാത്തവർ അവളുമാരും അവന്മാരും അകത്തേക്ക് വരാൻ വേണ്ടി ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തേ വരാൻ പറ്റൂ, അല്ല വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ്. അതായത് അർഹതപ്പെട്ടവർ വരാൻ വേണ്ടി
നിങ്ങൾ വഴി വെട്ടുക, കഴിവില്ലെങ്കിൽ മാറി നിന്ന് കൊടുക്കുക എന്നും കൂടെ ഉള്ളൊരു സന്ദേശം ഇതിനകത്തുണ്ട്. സീരിയസ് ആയിട്ടും ആരും പാർവതി ഈ സാധനം മറച്ചു വെക്കുമ്പോൾ, അല്ല പാർവതി അടങ്ങുന്ന വുമൻസ് അല്ല WCC ഇത് മറച്ചു വെക്കുമ്പോൾ ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇനി നാളെ വരുന്ന പുതുതലമുറയ്ക്ക് എന്ത് മെസ്സേജാണ്? ഇതിത്രേ ഉള്ളൂ. നാളെ ഈ സാധനം വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ പാർവതി തന്നെ പറയുന്നത് ഇത് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ നായിക നേരത്തെ ഉള്ളെന്ന്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറ വരും, അവിടെ കാസ്റ്റിംഗ് കൗച്ച് വരും, ഇതേക്കണ കിടന്നു കൊടുക്കാൻ വിളിക്കും. അപ്പോഴവരും വെളിയിൽ പറയാൻ എന്താ കാര്യം? ഒരു കമ്മീഷൻ അന്വേഷിച്ചിട്ട് പോലും ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇത് മാത്രമല്ല, പാർവതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലാലിൻ്റെ മകൻ ഒരു സംഭവം വന്നിരുന്നു, അത് ഒത്തുതീർപ്പാക്കി. നിങ്ങളെ ശബ്ദം ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഈ കേരള സമൂഹം ആരും കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജിൻ്റെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പൃഥ്വിരാജിൻ്റെ സെറ്റിൽ ബ്രോ ഡാഡിയുടെ സെറ്റിൽ ഒരു പെൺകുട്ടിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല. അതൊക്കെ ലാസ്റ്റ് ഒത്തീർപ്പായോ? അവർ കേസ് പറഞ്ഞു, അവരുടെ ഭാവി ഇല്ലാതായി, അവരുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി. എന്നിട്ട് നിങ്ങൾ എന്തോലൊക്കെയാണ് അവർക്കുണ്ടാക്കി കൊടുത്തത്? അപ്പോൾ ഈ WCC എന്ന് പറയുന്ന സാധനം ശുദ്ധ അസംബന്ധമാണെന്നുള്ള കാര്യം തീർത്തങ്ങ് പറയാമല്ലോ. ഇത് സ്ത്രീകൾക്ക് ഒരു രീതിയിലും ഗുണം ചെയ്തില്ല. ഇതിനകത്ത് താങ്ങി നിൽക്കുന്നവർക്ക്, ഇതിനകത്ത് പിരിവെടുത്തിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് ലോക്കൽ സെറ്റപ്പ്, അത്രേ ഉള്ളൂ. ലോക്കൽ ലോഡ്ജിൻ്റെ സെറ്റപ്പ്. അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് WCCയെ വിലയിരുത്താം. സോ ഇതിനകത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ കാണുമായിരിക്കാം. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.